താങ്ക് യു സർ. അടുത്തതായി പ്രഭാഷണം നടത്തുന്നത് സ്വാമി വേദാമൃതാനന്ദപുരി അവറുകളാണ്. 35 വർഷമായി മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ അംഗമാണ് ഇദ്ദേഹം. 15 വർഷത്തോളം കണ്ണൂർ അമൃതാനന്ദമയി മഠത്തിന്റെ ചുമതല വഹിക്കുകയും ഇപ്പോൾ മേപ്പാടി മഠത്തിന്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്നു. സ്വാമിയെ ആദരപൂർവം പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഓം അമൃതീശ്വരി നമഃ. ഇവിടെ ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ മാത്യു മത്തായി, അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ KP സാജു, ഉദ്ഘാടകനായിട്ട് നമുക്കൊരു മഹത് വ്യക്തിയാണ് ലഭിച്ചത്, നമ്മുടെ ജില്ലാ പോലീസ് മേധാവി വസുമധാരി IPS. വളരെ മനോഹരമായ ഒരു പ്രഭാഷണമായിരുന്നു അദ്ദേഹം നൽകിയത് മലയാളത്തിലും. ഇന്നത്തെ ദിവസം നമുക്കറിയാം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. നമ്മളിരിക്കുന്നത് സാക്ഷാൽ സീതാദേവി പുല്ലിൽ മെത്തകൊണ്ട പുൽപ്പള്ളി എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള മണ്ണിലാണ്. ഇന്ന് വിജയദശമിയും കൂടിയാണ്. സാധാരണഗതിയിൽ നമ്മളെല്ലാം വിദ്യ ആരംഭിക്കുന്നത് വിജയദശമി ദിവസത്തിലാണ്. കളരി ആയിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, എല്ലാം തന്നെ. ഞാനിവിടെ ഏതെങ്കിലും ഒരു മതസംവാദത്തിന് വന്നതല്ല, ആദ്യം തന്നെ പറയാം. ഞാൻ ജിഹാദിനെ പറ്റിയോ ലവ് ജിഹാദിനെ പറ്റിയോ സംസാരിക്കാനും വന്നതല്ല. ഇതൊരു കളരിയുടെ വേദിയാണ്. ഈ വേദിയിൽ നമ്മളെല്ലാം കളരിയെപ്പറ്റി കേൾക്കാനും കളരിയിൽ നമ്മുടെ മക്കൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കളരിപ്പയറ്റ് ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ പോലും കളരിക്കൊരു ദേവതയുണ്ട്. കളരി ഏത് കളരിയിൽ നിങ്ങൾ പോയാലും ഒരു പരദേവത സ്ഥാനമുണ്ട്. അത് ചിലപ്പോൾ ഭഗവതിയായിരിക്കും, ചിലപ്പോൾ ഗണപതി തറ എന്ന് പറയാറുണ്ട്. പല രീതിയിലും ആ ദേവതയെ വന്ദിച്ചതിന് ശേഷം മാത്രമാണ്, ആചാര്യനെ വന്ദിച്ച് ഭൂമിയെ വന്ദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ ഈ കളരി എന്ന് പറയുന്ന അഭ്യാസം നടക്കുന്നത്. കളരിയുടെ ചരിത്രം എന്ന് പറയുന്നത് അയോധന കലയിലെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ടുള്ള വീര പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പടപുരുതി ചെയ്ത് സാക്ഷാൽ കളരിപ്പയറ്റിൻ്റെ ബലത്തിലാണ്. ആ വീര പഴശ്ശിരാജ ശരീരം ബ്രിട്ടീഷുകാരുടെ വെടികൊണ്ട് വീണ സ്ഥലം കൂടിയാണ് മാവിലാന്തോട് പുൽപ്പള്ളി എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. കളരി നമുക്കറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ പോലീസ് മേധാവി അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞു. കാരണം ഇന്ന് അഹിംസയുടെ പ്രവാചകന്റെ ഗാന്ധി ജയന്തി ദിവസമാണ്. കളരിപ്പയറ്റ് സ്വയം പ്രതിരോധം പോലെ തന്നെ, അതുപോലെ തന്നെയാണ് നോൺ വയലൻസ്. നമ്മൾ ആരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കളരി. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വസ്ത്രം പോലും ചുമപ്പാണ്. ഞാനൊരു കളരി മെമ്പറും കൂടിയാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ചെറിയൊരു കഥയും കൂടിയാണ്. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ വളരെയധികം ഗുണ്ടകളും മദ്യപന്മാരും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ എനിക്കൊരു സെൽഫ് ഡിഫെൻസ് ആവശ്യമായിരുന്നു. അങ്ങനെ ഞാനൊരു ഗുരുവിനെ കണ്ടെത്തി വളരെ വർഷങ്ങൾ ഗുരുവിൻ്റെ കൂടെ കളരി അഭ്യാസം. ഇന്നും ഞാൻ ചിലപ്പോൾ കൈ നോക്കുമ്പോൾ ഈ കൈക്കൊരു ബലം കിട്ടാറുണ്ട്. എന്താ അറിയോ, കളരിയിൽ ഞങ്ങൾ ആയുധമില്ലാതെയുള്ള ഡിഫെൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കയ്യിൽ വെട്ടി അല്ലെങ്കിൽ മണലിൽ ഇടിച്ച് കൈക്കൊരു പദം വന്ന ആ കൈക്ക് വന്ന പദത്തിൻ്റെ ആ ഒരു ബലം ഇപ്പോഴും കൈക്കുണ്ട്. ഞാൻ കൈവൊക്കെ കാണിക്കാന്ന് പറയല്ല. ആ കളരിയുടെ ശക്തി. ഇപ്പം മെയ്പ്പയറ്റ്, ആ മെയ്പ്പയറ്റ് നമ്മൾ ഭൂമിയിലേക്ക് ചെന്ന് ഭൂമിയിലെ വണങ്ങി നമ്മൾ ചെയ്യുന്ന മെയ്പ്പയറ്റ് ശരിക്കും നമുക്കൊരു ആരോഗ്യശാസ്ത്രം കൂടിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഒബീസിറ്റി, വളരെ തടിയൊക്കെ കൂടിയിട്ട് കഴിക്കുന്ന ഭക്ഷണം കുഴിമന്തികളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണ സമ്പ്രദായത്തിൽ നമ്മുടെ മക്കൾ മാറിയപ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. നമ്മുടെ യുവതലമുറ പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക. ആരോഗ്യമില്ല. നമ്മൾ കാണുമ്പോൾ വലിയ തടിയും ഒക്കെ കാണുന്നെങ്കിലും കാരണം എക്സർസൈസ് ഇല്ല, യാതൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല. ഈ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരീരത്തിലെ കൊഴുപ്പ് കൂടുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു മൻ കി ബാത്തിൽ നിങ്ങൾക്ക് എണ്ണയുടെ ഉപയോഗം കുറക്കുക, ആരോഗ്യകരമായിട്ടുള്ള
യോഗ മെയ്യഭ്യാസങ്ങൾ പരിശീലിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നല്ലൊരു രാജ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ കളരി അഭ്യാസം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിഫെൻസ് മാത്രമല്ല, സമാജത്തെ കൂട്ടി ഇണക്കുന്നതാണ്. അത് ഗുരു ശിഷ്യ പരമ്പരയും കൂടിയാണ്. അത് പറഞ്ഞല്ലോ, ആ ഗുരുവിനെ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വലിയ വിവാദമുണ്ടായിരുന്നു. അധ്യാപകരെ കാല് കഴുകി പൂജിക്കുന്നത് വലിയൊരു അപകടമാണെന്ന് എന്ന രീതിയിൽ പ്രചരണം ഉണ്ടായി. കളരി ആചാര്യനെ നമ്മൾ കാല് തൊട്ട് നമസ്കരിക്കും. അത് നമ്മുടെ ഒരു പൂർവിക സംസ്കാരമാണ്. എല്ലാ ആചാര്യന്മാരെയും ഇന്നിപ്പോൾ ആ സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകാൻ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാല് തൊട്ട് വന്ദിക്കാൻ മോശമാണോ? നമ്മുടെ അധ്യാപകനെ കാല് തൊട്ട് വന്ദിക്കുന്നത് മോശമാണ്. കളരി അധ്യാപകൻ കളരിയിൽ വരുമ്പോൾ ആ ആശാനെ കാല് തൊട്ട് വന്ദിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ്. അതിന് ജാതി മതമൊന്നുമില്ല, അതൊരു അനാചാരവുമല്ല. ആ അധ്യാപകൻ്റെ കാല് കഴുകി പൂജിച്ചാലും ആചാരങ്ങൾ എങ്ങനെയാണ്? പണ്ട് പുരാണങ്ങളിലൊരു കഥയുണ്ട്, ഏകലവ്യൻ്റെ കഥ. ഏകലവ്യൻ എന്തുകൊണ്ടാണ് തൻ്റെ ഗുരു ദ്രോണാചാര്യര് അദ്ദേഹത്തിൻ്റെ വിരൽ മുറിച്ചെടുത്ത് ഗുരുദക്ഷിണ സമർപ്പിക്കാൻ പറഞ്ഞു? കാരണം എന്താ? ആ അദ്ദേഹം ആയുധവിദ്യയെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഈ വ്യക്തി നാളെ ഭാവിയിലെ വലിയൊരു അപകടമായി തീരും എന്ന് കരുതിയിട്ട് ഈ അയോധന വിദ്യ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രോണാചാര്യര് തൻ്റെ ഗുരുദക്ഷിണയായിട്ട് ഈ പെരുവിരലിനെ വാങ്ങിയെടുത്തു എന്നാണ് പറയുന്നത്, സമർപ്പിക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ കളരിയുടെ ചരിത്രം വളരെ വളരെ പൗരാണികമാണ്. ഇന്ന് നമ്മളിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള കുങ്ഫു ആയിക്കോട്ടെ, കരാട്ടെ ആയിക്കോട്ടെ, ഞാൻ കേട്ടിട്ടുള്ള ചരിത്രം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പോയ ബോധിധർമ്മൻ എന്ന് പറയുന്നൊരു ബുദ്ധ സന്യാസിയാണ് കളരിപ്പയറ്റ് ചൈനയിലായിക്കോട്ടെ അതുപോലെ രാജ്യങ്ങളിലേക്ക്, ജപ്പാനിലേക്ക് പ്രചരിപ്പിച്ച്, പിന്നെ അതിൻ്റേതായിട്ടുള്ള വലിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടാണ് ഇന്ന് കുങ്ഫു ആയിട്ടും ഒക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ കളരിപ്പയറ്റിനൊരു ചരിത്രമുണ്ട്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ആദ്യം കളരി നിരോധിക്കുന്നത് വയനാട്ടിലാണ്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പഴശ്ശിരാജയുടെ നിന്ന എല്ലാ വീരയോദ്ധാക്കളും കളരി അഭ്യസിച്ചിരുന്നു. അതുകൊണ്ട് കളരി അഭ്യാസം ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ ഒരു ഭീഷണിയാണെന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് കളരിയെ നിരോധിച്ച നാടാണ് നമ്മുടെ നാട്. അപ്പം അങ്ങനെയുള്ള കളരിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. സാധാരണ പറയാറ് 41 കളരികൾ കേരളത്തിൽ പരശുരാമൻ സൃഷ്ടിച്ചു എന്നാണ്. അപ്പം എനിക്ക് കളരിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ആരെങ്കിലും ആക്രമിക്കണം എന്നല്ല, നമ്മുടെ സെൽഫ് ഡിഫെൻസ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെ ഒരു ഉണർവ്, നമുക്ക് പഠിക്കാനുള്ള കഴിവുകൾ. കുട്ടികൾക്ക് കളരി പഠിച്ചാൽ എന്തുകൊണ്ടുണ്ട്? ശരീരം ഫിറ്റായിരിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തി ഉണ്ടാവും. സമഗ്രമായ ഒരു ആരോഗ്യശാസ്ത്രമാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇതിനെല്ലാം നമുക്ക് ശക്തമായി ശരീരത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കളരി പഠിക്കണം. ഞാൻ പലപ്പോഴും പുൽപ്പള്ളി അമൃത വിദ്യാലയത്തിൽ വരുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, എല്ലാവരും ചേരണം ഇത് പഠിക്കാനായിട്ട്. കാരണം ഇതൊരു നമ്മുടെ ഇതെല്ലാം ജാതി മതങ്ങൾക്ക് അതീതമായത് തന്നെയാണ്. കളരി ഒരു കേരളത്തിൻ്റെ മാത്രം, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞ പോലെ കളരിയും ആയുർവേദവും കഥകളിയും ഒക്കെ തന്നെ മലയാളിയുടെ അഹങ്കാരമാണ്. അപ്പം ഇതിനെയൊക്കെ പരിപോഷിക്കണം. കലകൾ ഒരിക്കലും ഒരു ദൈവത്തിനെതിരല്ല. കലകളെ കൊണ്ട്, സംഗീതം കൊണ്ട് എല്ലാം നമുക്ക് ഈശ്വരപ്രാപ്തി സാധ്യമാകുന്ന കളരി കൊണ്ട് സാധിക്കാം, യോഗ കൊണ്ട് സാധിക്കാം, നൃത്തം കൊണ്ട് സാധിക്കാം, സംഗീതം കൊണ്ട് നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ആചാര്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. സനാതനധർമ്മം എന്ന് പറയുന്നത് 2000 വർഷമല്ല, 1000 വർഷങ്ങൾക്ക് അപ്പുറം പഴക്കമുള്ളതാണ്. അതിൽ സമഗ്രമായ ജീവിതദർശനമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഇത്രയും ഇവിടെയുള്ള നമ്മുടെ പുൽപ്പള്ളി ഭഗവതിയുടെ സ്ഥാനം എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പൗരാണികമാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം. അതുകൊണ്ട് കളരി നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഒരു ആരോഗ്യമുള്ള നമ്മുടെ കുട്ടികൾ, യുവാക്കൾ, തലമുറ ഉണ്ടായി വരാൻ ഇതിൻ്റെ 35ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നെ ഇതിൽ ക്ഷണിച്ചതിലും എല്ലാവർക്കും ഇതിൻ്റെ ആചാര്യനും കളരി ആശാനും പ്രണാമങ്ങൾ. ഇതൊരു നമുക്ക് സന്തോഷത്തിൻ്റെ സമയമാണ്. നിങ്ങളെല്ലാം മക്കളുടെ പരിശീലനം കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർ. ഞാനും അങ്ങനെയാണ്, SP തിരക്കിൽ ഇവിടെ ഇരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.